ആദ്യത്തെ പടിയായിട്ട് നമുക്ക് സുവിശേഷം ഒന്ന് വായിക്കാം, പിന്നെ ബൈബിൾ മുഴുവനും ഒന്ന് വായിക്കണം. രണ്ടാമത്തത് പരിശുദ്ധ കുർബാന, ദിവസേനയുള്ള പരിശുദ്ധ കുർബാനയുടെ അർപ്പണം. പരിശുദ്ധ കുർബാനയുടെ അർപ്പണം വിത്ത് സ്പെഷ്യൽ തിങ്. എന്താ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ പറഞ്ഞത്? ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ഈ വന്നിരിക്കുന്നവർ വെറുതെ പോയി കുർബാന അർപ്പിച്ചിട്ട് കുർബാന കഴിയുന്ന പാടെ മലബാർ ക്രമത്തിലാണെങ്കിൽ ആശീർവാദം അങ്ങോട്ട് കിട്ടി, അല്ലെങ്കിൽ ലത്തീൻ ക്രമത്തിൽ ദീപപൂജ സമാപിച്ചു, സമാധാനത്തോടെ പോവുക, കേൾക്കേണ്ട താമസം, പൂച്ച മാന്തുമുലുണ്ട്, മാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിയിട്ട് ഇറങ്ങി പോകരുത്. പിന്നെ എന്ത് ചെയ്യണം? സമാധാനത്തോടെ അവിടെ ഒന്ന് ഇരിക്കണം. എന്തിനാ ഇരിപ്പിരിക്കുന്നത്? കർത്താവ് പറയുന്നത് കേൾക്കണം. കർത്താവ് ആ ദിവസത്തേക്കുള്ളത് കർത്താവ് പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാൻ ചെവി ശീലിക്കണം. നമ്മൾ പറയുന്നത് മാത്രമല്ല പ്രാർത്ഥന, കർത്താവ് പറയുന്നത് കേൾക്കുന്നതും പ്രാർത്ഥനയാണ്. കർത്താവിന്റെ തിരുഹിതം കേൾക്കുന്നത് മനസ്സിലാക്കുന്നതും പ്രാർത്ഥനയാണ്. ഇനി മൂന്നാമത്തെ ഹോംവർക്ക്. ഇതെന്തോരം ഹോംവർക്ക് ഉണ്ട് എന്ന് ചോദിക്കരുത്. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. മടുത്തോ? എൻ്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തത് നോമ്പെടുക്കണം. എനിക്കറിയാം, ലത്തീൻ സഭയിൽ ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഒറിജിനലി അങ്ങനെ നോമ്പില്ലെന്ന് തോന്നുന്നു അല്ലേ? ക്രിസ്മസ് ഒരുക്കം നോമ്പുണ്ടോ? ഇപ്പൊ എടുക്കുന്നൊക്കെ ഉണ്ടല്ലേ? ഇപ്പം നല്ല കാര്യം. സുറിയാനി സഭയിൽ നോമ്പ് തന്നെയാണത്. ക്രിസ്മസ് ഒരുക്കം നോമ്പുണ്ട്, ലത്തീൻ സഭയിൽ എടുക്കുന്നവരുണ്ട്. നല്ല കാര്യം. എടുക്കുന്ന നല്ലതാണ്. എന്താ എടുക്കുന്ന നല്ലതാന്ന് പറയാൻ കാര്യം അറിയോ? ശ്രദ്ധിച്ചേ. അതായത് ഈ ഇറച്ചിയും മീനും അതൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അല്ലെങ്കിൽ എന്തും ആകട്ടെ, എനിക്കല്പം പ്രിയം കൂടുതലുള്ള പലതിനോടും, ശ്രദ്ധിച്ചേ, എനിക്കല്പം താല്പര്യം കൂടുതലുള്ള, പ്രിയം കൂടുതലുള്ള പലതിനോടും ഒരല്പം അകലമിട്ടിട്ട് ആരോട് കൂടുതൽ അടുക്കാൻ നോക്കുക? ഈശോയോട് കൂടുതൽ അടുക്കാൻ നോക്കുക. അങ്ങനെ മനസ്സിലാക്കണം. അതിനകത്ത് പാപമുണ്ട്, അതിനകത്ത് മദ്യപാന ശീലം ഉണ്ടെങ്കിൽ അതുണ്ട്, അതിനകത്ത് മറ്റ് ദുശീലങ്ങൾ ഉൾപ്പെടുത്തണം, അതിനകത്ത് നാവിൻ്റെ ദുരുപയോഗം ഉൾപ്പെടുത്തി. ചിലരുണ്ട് നാക്കെടുത്ത തെറിയ വരുന്നത്. അപ്പോൾ നാക്ക് തുറന്നത് നമ്മൾ തെറിയായിട്ട് വിളിക്കുന്നതല്ല, ചുമ്മാ കുശലം പറയുന്ന പോലും തെറി വിളിച്ചിട്ടാണ്, ചുമ്മാ വിശേഷം പറയുന്ന പോലും തെറി വിളിച്ചിട്ടാണ്. ഇപ്പം എന്ത് ചെയ്യണം? അതെൻ്റെ ശീലമായി, ഞാൻ ചാഞ്ഞ് നിൽക്കുന്നത് അങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തുക. അതായത് ഞാൻ കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടില് ഈ തെങ്ങ് ഇങ്ങനെ, ഈ ആറ്റുതിരുത്ത തെങ്ങ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കും ആറ്റിലോട്ട്. സൂര്യ വെളിച്ചം തേടി പോകുന്നതാണ്. ആറ്റിലാകുമ്പോൾ കുറച്ചുകൂടെ വെട്ടം കിട്ടുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞെരിഞ്ഞ് പോകും. ആ തെങ്ങ് വീണാൽ എങ്ങോട്ടായിരിക്കും വീഴുന്നത്? എങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നോ അങ്ങോട്ട് വീഴും. അപ്പൊ നിങ്ങൾ ഓർത്തേക്കണം, നോമ്പുകാലം എന്നറിയാമോ? നീ എങ്ങോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റേക്കമ്പി വലിച്ച് നേരെ നിർത്തുന്ന ഏർപ്പാടാണ് നോമ്പ്. അല്ലെങ്കിൽ പറ്റുന്നത് ചാഞ്ഞ് നിൽക്കുന്നതിലേക്ക് നമ്മൾ വീഴും. എങ്ങോട്ടാണോ നമ്മുടെ ചായ്വ്, അങ്ങോട്ടായിരിക്കും നമ്മുടെ വീഴ്ചയും. ഒരു ചായ്വും നിസ്സാരമാക്കി എടുക്കരുത്. ചെറിയൊരു ചായ്വല്ലേ ഉള്ളൂ. ചെറിയ ചായ്വാണെങ്കിലും വീഴുന്നത് അവിടെയാകുമെന്നോ തിരിച്ചറിയണം. അതുകൊണ്ട് നേരെ നിർത്തണം. ഞാൻ ഈ മാതാപിതാക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് അമ്മമാരോടൊക്കെ. കുട്ടികളെയൊക്കെ നോമ്പിടും. ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. പക്ഷെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവര്, നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നലെ ഇന്നും പോയത് പോട്ടെ, ഇനിയെങ്കിലും വീട്ടിൽ നിന്റെ കാര്യം പറഞ്ഞു. എന്തിനാണ് അതേ നോമ്പെടുക്കുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു കഷ്ണം ചിക്കൻ ഫ്രൈ, ഒരു കഷ്ണം മീൻ വറുത്തത്, ഒരു ഐസ്ക്രീം, ഒരു ചോക്ലേറ്റ്, ഇതൊക്കെയാണുള്ള പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. ഇത് 24 ദിവസത്തേക്ക് ഇതൊന്നും വേണ്ട എന്ന് വെക്കാൻ ഇതിനൊരു കുഴപ്പമില്ല. ഐസ്ക്രീമിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ചോക്ലേറ്റ് നല്ലതാ. മീൻ നല്ലതല്ലേ? നല്ല ഒന്നാന്തര സാധനമല്ലേ? ഇറച്ചി നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ എന്താ പ്രശ്നം? എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ചായ്വുള്ള ഈ സാധനങ്ങൾ കുറച്ചെണ്ണത്തിനെ 24 ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ച് ഒന്ന് മാറ്റിവെക്കാൻ ഉള്ള വിൽ പവർ, ഉള്ള തൻ്റെ ഇടം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ, ഞാനതിൽ പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പിന്നെ എങ്ങനെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും പാപത്തോട് നോ പറയും? പാപത്തോട് എങ്ങനെ നോ പറയും? അതേ എൻ്റെ ചോദ്യമുള്ളൂ. ഇത്തിരി പോന്ന ഒരു മുട്ടായി വേണ്ടെന്ന് വെക്കാൻ ചെറുപ്പത്തിൽ വീട്ടിൽ പരിശീലനം കിട്ടിയിട്ടില്ലാത്ത നിങ്ങളുടെ കൊച്ച് 10-17 വയസ്സാകുന്ന പ്രായത്തിൽ ഒരു പാപത്തിന്റെ പ്രലോഭന മുമ്പിലേക്ക് വരുമ്പോ എങ്ങനെ അത് നോ പറയും? അതിനെ നോ പറയാൻ പഠിപ്പിച്ചിട്ടില്ല. എല്ലാത്തിനോടും യെസ് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ഒരു കൊച്ച്
പാപത്തോടെങ്ങനെ തൻ്റെ ഇടത്തോടെ നോ പറയും? ഇന്ന് ലോകം അതിൻ്റെ സർവ പ്രലോഭനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് വലിയ കൗതുകത്തോടെ നീട്ടിവെക്കുന്ന ഒരു കാലത്ത് നോ പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ അവരുടെ ആത്മാവ് നശിച്ചു പോകാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും? ആത്മാവ് കെട്ടുപോകാതെ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നോ. അതല്ലേ ഈശോ പറഞ്ഞത്? ഈശോ എവിടെയാ നോ പറഞ്ഞത്? ഈശോ നോ വേണ്ട എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? ഈശോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? ഈശോ എവിടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നോ നോ വേണ്ട പറഞ്ഞിട്ടുണ്ടോ ഈശോ എവിടെങ്കിലും എപ്പോഴെങ്കിലും? ആരെങ്കിലും കൈപൊക്കിട്ട് പറഞ്ഞ ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞു ചേച്ചി? കറക്റ്റ്. 40 ദിവസം കർത്താവ് ഉപവസിച്ചില്ലേ? 40 ദിവസം ഈശോ പറഞ്ഞത് എന്താ? അതിന്റെ 40 ദിവസത്തിന്റെ പ്രലോഭനങ്ങളുടെ സമയത്ത് പിശാചി വന്നപ്പോൾ ഈശോ പറഞ്ഞ വാക്കെന്താ? പിശാചി വന്നിട്ട് ചോദിച്ചു, കല്ലിനെ അപ്പമാക്കിക്കൂടെ? കല്ലിനെ അപ്പമാക്കിക്കൂടെ? ഈശോയുടെ ഉത്തരം നോ നോ, ഇല്ല. ദേവാലയ ഗോപുരത്ത് നിന്ന് താഴേക്ക് ചാട്, ഞാൻ നിന്നെ പിടിച്ചോളാം, അല്ലെങ്കിൽ മാലാഖമാര് നിന്നെ പിടിച്ചോളും, ചാട്. ഈശോയുടെ ഉത്തരം നോ, പറ്റില്ല. ഒറ്റ തവണത്തേക്ക് മതി എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചേ. ഈശോയുടെ ഉത്തരം നോ, സൗകര്യമില്ല, നോ. വേണ്ട എന്ന് പറയാൻ നമ്മൾ പഠിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലമാണ് എന്ത്? നോമ്പ് കാലം. നോമ്പിന് ഭയങ്കര ശക്തിയുണ്ട്. നോമ്പ് ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ട് നോമ്പെടുക്കുന്ന നാളുകളാക്കി ഇതിനെ മാറ്റണം. നോമ്പിൻ്റെ കാലമാക്കി ഇതിനെ മാറ്റണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടും കൂടെ ഗായക സംഘം എന്നെ ഒന്ന് സഹായിക്കുക. ഒരു പാട്ടും കൂടെ ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് പിന്നെ ഒരു ചെറിയ കൺക്ലൂഷനിലൂടെ നമുക്കിത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഈ കേട്ട 3 കാര്യങ്ങളൊന്നും മനസ്സിലിട്ടേക്ക്. ഇത് 3ഉം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നത് നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് തരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അതായത് കേവല കാര്യസാധ്യത്തിന് മാത്രമല്ല, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും ആത്മീയ വളർച്ച ആഗ്രഹിച്ചുമാണ് നമ്മളിവിടെ ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു 3 സ്റ്റെപ്സാണിത്. 3 കാര്യങ്ങൾ, ഈ ക്രിസ്മസ് ഒരുക്ക കാലത്ത് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളെ ഗൗരവത്തോടെ ഇന്ന് മനനം ചെയ്തേ, അത് ചെയ്യാനുള്ള തീരുമാനമെടുത്തേ. ആ തീരുമാനമെടുത്ത് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാം. അബ്രാഹത്തിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ പ്രിയ ദൈവമേ, വാഴ്ത്തിടാം തിരുനാമം. അബ്രാഹത്തിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ പ്രിയ ദൈവമേ, വാഴ്ത്തിടാം തിരുനാമം. കരവുയർത്തി ആവിടും നല്ലോ സൗഖ്യം, ആവിടും നല്ലോ സ്നേഹം, ആവിടും നല്ലോ ജീവൻ, ആവിടും ഏകദൈവം, ആവിടും നല്ലോ സൗഖ്യം, ആവിടും നല്ലോ സ്നേഹം, ആവിടും നല്ലോ ജീവൻ, ആവിടും ഏകദൈവം. ഓരോ